ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക ചാപ്റ്റർ 1 കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ലോക്ക എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് പറയാം. അടിപൊളി സിനിമയാണ്, കിഡിലെ സിനിമയാണെന്നൊക്കെയാണ് റിവ്യൂ വരുന്നത്. കല്യാണി നസലിനെയൊക്കെ കലകിയിട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ RP മോളിൽ ടിക്കറ്റ് നോക്കിയായിരുന്നു. കാരണം ഇത് കുറച്ച് വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല തിയേറ്ററിൽ കണ്ടാൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ RP മോളിലെ ടിക്കറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഞങ്ങൾ ഇന്നലെ മെനഞ്ഞാന്നെല്ലാം നോക്കി. പിന്നെ ഇവിടെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല തിയേറ്ററാണ്. ഇപ്പോൾ ഇവിടെ 3:30ക്കാണ് കേട്ടോ ഷോ. നല്ല തിരക്കായിരിക്കും, ഓണം ആയതുകൊണ്ട്. ഇന്നലെ ഞങ്ങൾ 12 മണിയായപ്പോഴാണ് നമ്മുടെ രക്തരക്ഷസ് കണ്ടിട്ട് തിരിച്ചു വന്നത്. 12 മണിക്കും തിയേറ്റർ ഫുള്ളായിട്ട് കാറും ഇതൊക്കെ കിടക്കുന്നു. എനിക്കൊന്ന് ഹൃദയപൂർവ്വം ലോക്ക എല്ലാം നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് നമ്മൾ പറയാം ലോക്ക എങ്ങനെയുണ്ടെന്ന്. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഇവിടെ എത്തി. നമ്മൾ പാർത്തയിലെത്തി. ഓൺലൈൻ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. പഴയ ടോവിനോ തോമസിന്റെ പടം നേരെ കൊണ്ടിറങ്ങി തിരിച്ചിടാം. ഓക്കെ, പടം ഏതോ ലൂക്ക. പുള്ളി അമ്പരന്ന് പോയി. ലൂക്കൊക്കെ പോയിട്ട് വർഷങ്ങളായില്ലേ. പിന്നെ ബേസിക് സൗണ്ട് സിസ്റ്റം, ഇവന്റ് ആൻഡ് ഫുഡ് സപ്പോർട്ട്, ജനറേറ്റർ ബാക്കപ്പ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ലൊക്കേഷൻ നമ്മുടെ കൊല്ലം ചിന്നക്കട ബീച്ച് റോഡിലുള്ള JC Blue State Haven. ഫോർ ബുക്കിംഗ് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു. ഹലോ, അങ്ങനെ നമ്മൾ ലോക്ക കണ്ടിട്ടിറങ്ങി. ഒരു രക്ഷയില്ല, കിടിലം പടം. ഒന്നും നെഗറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ഒരു ആളെ പോലെ നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു അഭിനയം ഇച്ചിലൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ഒന്നും പറയാനില്ല. നസ്ലിന്, കല്യാണി, ചന്തു സെലിംകുമാർ എല്ലാവരും നല്ല കിടിലൻ അഭിനയം. ഒന്നിനും ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയാനില്ലാത്ത കിടിലം പടം. പറഞ്ഞു അടിപൊളി പടം. സത്യം, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഒറ്റ ഒന്നും ലാഗില്ല. തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ നമ്മൾ ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കും. നമ്മൾ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോൾ 2.5 മണിക്കൂറിലും കുറെ കൂടെ ഉണ്ട് കേട്ടോ സിനിമ. അത് ഞാൻ പറയാം. നമ്മൾ 2.5 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് ഈ 2.5 മണിക്കൂർ ഇപ്പൊ തീരുവോ, ഇനി കഥ എങ്ങും എത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്തായാലും നമുക്കറിയാം ഇത് ചാപ്റ്റർ 1 ആണ്. ഇതിന്റെ ഭാഗങ്ങളൊക്കെ പുറകെ 2, 3 ഒക്കെ പുറകെ വരുമെന്ന് നമുക്കറിയാം. എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ലാഗോ ഒന്നും ഇടയ്ക്കൊന്നും നമുക്കൊരു ആവർത്തന വിരസത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകളിൽ കണ്ട് തഴമ്പിച്ച സീനുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. കല്യാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്കൊക്കെ കല്യാണി സൂപ്പറാണ്. കാരണം ഇതുവരെ കല്യാണി സ്ഥിരം പൈങ്കിളി നായികയായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു സൂപ്പർ ഹീറോ നായികയായിട്ടൊക്കെ വന്നു. മിന്നൽ മുരളിക്കകത്ത് വന്ന് നമ്മൾ ടൊവിനോയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് പുള്ളിയുടെ ഒന്നൊരു ഇതായിട്ട് വന്നില്ല എന്നല്ല. കാരണം നമ്മളത് ടൊവിനോയുടെയൊക്കെ നേരത്തെ ഒരു സൂപ്പർ ഹീറോ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ കല്യാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. പിന്നെ വില്ലനായിട്ട് ഒരാൾ വരുന്നുണ്ട്. പുള്ളിയുടെ റിയൽ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അതുകൊണ്ടാണ് മലയാളി എല്ലാം തോന്നുന്നു. പുള്ളി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മൾ കഥ പറയുന്നില്ല, നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു കഥാപാത്രം. നമ്മളൊരു പൈങ്കിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥിരം യക്ഷിക്കഥകളിലൊക്കെ കേട്ട് വരുന്ന ഒരു സില്ലിയായിട്ട് നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് വരുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്കൊക്കെ എഴുതി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റർ സമ്മതിച്ചാൽ പറ്റും. എക്സലന്റ് റൈറ്റിംഗ് കേട്ടോ. ഒരു ഇതില്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ലെവലൊരു സിനിമയാണ് നമ്മുടെ ലോക്ക എന്ന് പറയുന്നത്. ഇത് തിയേറ്ററിൽ കാണാത്തവർക്ക് വൻ നഷ്ടമായിരിക്കും. കാരണം OTTയിലോ നമ്മൾ വീട്ടിലെ TV-യിലോ ഒന്നും കണ്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ആ ഒരു തിയേറ്ററിലെ എഫക്റ്റിൽ തന്നെ ഇത് കാണണമെങ്കിൽ നമുക്കൊരു അതിൻ്റെ ആ ഒരു സിനിമ ഇല്ലേ, ഈ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ.
അതെ, ക്ലൈമാക്സിൽ പലർക്കും പറ്റിയൊരു അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ തീർന്നു എന്ന് 3 തവണ നമ്മളെ ബോധ്യപ്പെടുത്തും. കാരണം ആദ്യം ഒരു തവണ സിനിമ തീർന്നു എന്ന് വെച്ച് കാർഡും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. അപ്പൊ തിയേറ്ററിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി. എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്ക് അവരോട് സഹതാപം തോന്നി. കാരണം സിനിമ പിന്നെ ഉണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ്, അവരിറങ്ങിപ്പോയി. തിയേറ്ററിൽ ലൈറ്റും വീണു. അതിനി അവരുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് അറിയത്തില്ല. തിയേറ്ററിൽ ലൈറ്റും വീണു, അവരത് ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ സിനിമ തീരാൻ 15 മിനിറ്റോടെ ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു ടൈറ്റിൽ കാർഡ് പോലെ എഴുതി കാണിച്ചതിന് ശേഷം 1ാമത്തെ തവണ അങ്ങനെ സംഭവിച്ചു. 2ാമത്തെ തവണ വീണ്ടും എഴുതി കാണിച്ചിട്ട് എല്ലാവരുടെയും പേരും ഒക്കെ എഴുതി കാണിച്ചിട്ട് നമ്മൾ സിനിമ തീരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു രീതിയില്ലേ, എല്ലാ പേരുകളും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേരുകളും എല്ലാം എഴുതി കാണിച്ചു. അപ്പോഴും കുറേ ആൾക്കാർ ആ ഒരു സീൻ തുടങ്ങിയപ്പോഴും എല്ലാവരും ഇറങ്ങിപ്പോയി. അന്നേരം കുറേ ആൾക്കാർ ഇങ്ങനെ അതിനകത്ത് ഇരിക്കുന്നു. അന്നേരമേ നമുക്കൊരു ഡൗട്ട് അടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില റിവ്യൂസിലും കേട്ടിട്ടുണ്ട് ഈ സിനിമ തീരും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് തീരാതിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കൂടി ഇരുന്നു. അത് ഫുൾ എഴുതി കാണിച്ചതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നു സിനിമ ഒരു 2-3 മിനിറ്റ് കൂടി. അതുകൊണ്ട് ഒരു 2 തവണ എഴുതിയിട്ട് ലാസ്റ്റിൽ ചാത്തൻ വരും എന്നും പറഞ്ഞൊരു ടൈറ്റിൽ കാർഡാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ആ ഒരു സീൻ, അതായത് ചാത്തൻ വരും എന്നുള്ളൊരു അത് എഴുതി കാണിക്കുന്നത് വരെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ ക്ലൈമാക്സ് കാണാതാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഒരുപാട് ആൾക്കാർ, എനിക്കൊന്ന് തിയേറ്ററിലെ പകുതിയുള്ള ആൾക്കാർ ആ ഒരു ആദ്യത്തെ ഭാഗം വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയുള്ളൂ. 2ാമത്തെ ഭാഗം വന്നപ്പോഴത്തേക്ക് ഒരു തിയേറ്ററിലെ പകുതിയോളം ആൾക്കാർ ഇറങ്ങിപ്പോയി. അത്രയും ആൾക്കാർക്ക് ആ ഒരു ഭാഗം മിസ്സായിപ്പോയി. അപ്പം അതുകൊണ്ട് നിങ്ങളത് നോക്കുക. ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് ഉണ്ട്, ചാത്തൻ വരും എന്നാണ് അതിൽ ക്ലൈമാക്സ് എഴുതി കാണിക്കുന്നത്. അത് വരുന്നത് വരെ തിയേറ്ററിൽ തന്നെ ഇരിക്കുക. ധൃതി. ഇപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ലോക്ക കാണാനുള്ളവരല്ലേ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ട തിയേറ്റർ എല്ലാം ഹൗസ്ഫുള്ളാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴും കണ്ടെത്തുകൾ കണ്ടല്ലോ, അതടുത്തതിനും ഹൗസ്ഫുള്ളായിട്ട് തന്നെ കയറാനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണക്കാലം അടിപൊളിയാക്കാൻ ലോക്ക പോയി കാണുക. ഹൃദയപൂർവ്വം ഒരു വൈബ് സിനിമ, ലോക്ക വേറൊരു വൈബ് സിനിമയാണ്. അതൊരു ഫാമിലി ലെവൽ സിനിമയാണെങ്കിൽ ഇതൊരു സൂപ്പർ ഹീറോ ലെവൽ സിനിമയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത ഭാഗം വരുമെന്നുള്ള കാര്യം കൺഫേം ആണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ലോക്കയുടെ 2nd പാർട്ടിന്, അതായത് ചാപ്റ്റർ 2 വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലോക്ക 2 ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അങ്ങനെയാണ് സിനിമ നിർത്തിയിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് അങ്ങനെ തന്നെ, ചാപ്റ്റർ 1 എന്നും പറഞ്ഞാണ്. അപ്പോൾ ചാപ്റ്റർ 1 എന്ന് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം അതിൻ്റെ ഇനിയുള്ള ഭാഗങ്ങൾ 2, 3 ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ലോക്ക 2 ഒക്കെ കാണാൻ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല അടിപൊളി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ ലെവൽ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആംബുലൻസ് വരുന്നുണ്ടോ പുറകെ? നമ്മുടെ ഇതിന് സൈറനൊന്നും ഓടിക്കാതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് നാളെ ഒരു പുതിയ കിടിലൻ വ്ളോഗുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവരും ഓണം മൂഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. നമുക്ക് നാളെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പം നമുക്ക് നാളെ നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ നാളെ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.